ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് 2 സദസ്സുകളാണ്, നാളെയും 2 ഉണ്ട്. ഇന്നത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു? പ്രധാനമായും തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ പുതുവർഷത്തിൽ പുതിയ തുടക്കം. അതോടൊപ്പം തന്നെ വ്യാവസായിക നഗരമായ എറണാകുളം ജില്ലയിലേക്ക് ഈ മാറ്റിവെച്ച നവകേരള സദസ്സ് പുതുവർഷത്തിൽ തന്നെ വരുമ്പോഴേക്കും ഒട്ടേറെ പ്രതീക്ഷകളാണ് ഇതിൻ്റെ ഭാഗമായി എത്തുന്നത്. ഇന്ന് 2 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും നവകേരള സദസ്സ് നടക്കുന്നത്. തൃക്കാക്കര മണ്ഡലത്തിലും പിറവം മണ്ഡലത്തിലും. തുടക്കത്തിൽ 3 മണിക്ക് തൃക്കാക്കര മണ്ഡലത്തിലാണ് പിറവം സദസ്സോട് ആദ്യത്തെ സദസ്സ് തുടങ്ങുക. ഇവിടേക്ക് മുഖ്യമന്ത്രിമാരും 20 മന്ത്രിമാരും അടങ്ങുന്ന വാഹനവ്യൂഹം ഇവിടേക്ക് എത്തിച്ചേരും. തുടർന്നും ആദ്യ സദസ്സിന് തുടക്കമാകുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും പിറവം മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുകയും ചെയ്യുക. തൃക്കാക്കര മണ്ഡലത്തിൽ ഈ പരാതികൾ സ്വീകരിക്കാനായിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 3 മണിക്കൂർ മുമ്പ് തന്നെ 25 കൗണ്ടറുകൾ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തൃക്കാക്കര മണ്ഡലത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം 4 മണിയോടുകൂടിയാണ് പിറവം മണ്ഡലത്തിലേക്ക് വരുന്നത്. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസമായ 2-നാണ് നിലവിൽ കുന്നത്തുനാടിലും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലും നടക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നത് മാറ്റിവെച്ച, അതായത് CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്ന നവകേരള സദസ്സാണ് ഇന്ന് നടക്കുന്നത്. അത് ഒരു പുതുവർഷത്തിൽ തന്നെ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ, അതൊരു വ്യാവസായിക നഗരമായ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അതിനൊട്ടേറെ പ്രതീക്ഷകളുണ്ട്. പ്രധാനമായും ഇന്ന് സ്മാർട്ട് ബോട്ട് പോലുള്ള പദ്ധതികൾ ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ നാടിന് സമർപ്പിക്കുമ്പോൾ അത് ഒരുപാട്, ആദ്യം തന്നെ ഈ സ്മാർട്ടിലൂടെ 8 പദ്ധതികളാണ് വരുന്നത്. അതായത് ഭൂമി തരം മാറ്റൽ, വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ പോയി അതായത് സർക്കാർ ഓഫീസിൻ്റെ പടികടന്ന് അങ്ങോട്ട് ചെല്ലാതെ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലെ ഓൺലൈനുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ ക്ലിക്കിൽ ഈ ഒരു സേവനങ്ങൾ, അതായത് ഒന്നും കൂടി പറയാം, ഭൂമി തരം മാറ്റൽ, വിവാഹ രജിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ ഇങ്ങനെ തുടങ്ങി 8 പരിപാടികൾ അല്ലെങ്കിൽ 8 പദ്ധതികളാണ് ഈ ഒരു സ്മാർട്ടിലൂടെ വിഭാവനം ചെയ്യുന്നത്. എന്തായാലും പുതുവർഷത്തിൽ പുതു തുടക്കം തന്നെയാണ് എറണാകുളം ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം സമ്മാനിക്കാനായി കാത്തുവച്ചിരിക്കുന്നത്. ശരി, ശ്യാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ സ്മാർട്ടിനെ കുറിച്ചൊക്കെ ഈ നവകേരള സദസ്സിൽ സംഭാഷണ വിഷയമായി കടന്നുവരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പരാമർശങ്ങളിലൊക്കെ അത് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് വെറും വർത്തമാനങ്ങളല്ല, കേരളം എങ്ങനെ മാറുന്നു, ഏതൊക്കെ തരത്തിലാണ് പുതിയ കാലത്തിനനുസരിച്ച് കേരളം ഏറ്റവും സജീവമായി ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതിനനുസരിച്ച് എങ്ങനെ മാറണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനു അത് തന്നെയാണ്. പുതിയ ഓരോ കാര്യത്തിലും കാണുന്നത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം.